ശ്രീ സായിനാഥന് നമസ്കാരം. അധ്യായം 13. അധികം സായി ലീലകൾ. രോഗങ്ങൾ മാറി. ഭീമാജി പാട്ടീൽ, ബാലാഷിംബി, ബാബു സാഹേബ് ബൂട്ടി, അലാണ്ടി സ്വാമി, കാക്ക മഹാജനി, ഹർദാവിലെ ദത്തോപാന്ത്. അറിയാൻ പാടില്ലാത്ത, കണ്ടുപിടിക്കാൻ സാധിക്കാത്തതായ ബാബയുടെ വാർത്തകൾ എപ്പോഴും ചെറിയതും ആഴമേറിയതും ആർത്തവത്തും പ്രയോജനപ്പെടുന്നതുമായിരിക്കും. ബാബ സദാ സമയവും സംതൃപ്തിയുള്ളവനായിരുന്നു. ഒന്നിനെയും വകവെച്ചിരുന്നില്ല. സായിബാബ പറഞ്ഞിരുന്നു, ഞാനൊരു ഫക്കീറാണ്, മുഹമ്മദീയ ഭിക്ഷു. വീടോ ഭാര്യയോ ഇല്ല, ആഗ്രഹിക്കുന്നതുമില്ല. ഓരോ സ്ഥലത്ത് താമസിക്കുന്നു. എങ്കിലും തടയാൻ പറ്റാത്ത മായ പലപ്പോഴും ഉപദ്രവിക്കുന്നു. ഞാൻ എന്നെ തന്നെ മറന്നുവെങ്കിലും അവൾ എന്നെ മറക്കുന്നില്ല. അവൾ എപ്പോഴും എന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഭഗവാൻ ഹരി, മഹാവിഷ്ണു. ഭഗവാൻ ഹരിയുടെ ഈ മായ തന്നെ തോന്നലായ ശക്തി ഭഗവാൻ ബ്രഹ്മദേവനെയും മറ്റുള്ളവരെയും ഉപദ്രവിക്കുന്നു. പിന്നെ എങ്ങനെ എന്നെ പോലെ ഒരു സാധു ഭിക്ഷുവിനെ പറ്റി പറയുക? ആരെയെല്ലാം ഭഗവാനിൽ ശരണമടയുന്നുവോ അവരെയെല്ലാം അവളുടെ പിടിയിൽ നിന്നും അദ്ദേഹത്തിന്റെ അനുഗ്രഹത്താൽ വിമോചിതരാകുന്നു. അങ്ങനെയുള്ള വേർവ്യത്യാസം മായയെക്കുറിച്ച് ബാബ പറഞ്ഞിരുന്നു. ഭാഗവതത്തിൽ ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് അദ്ദേഹത്തിന്റെ ജീവസ്വരൂപമാണ് സന്യാസികൾ എന്ന് പറഞ്ഞിരുന്നു. നോക്കൂ, ഭക്തന്മാരുടെ നന്മയ്ക്ക് വേണ്ടി ബാബ എന്തു പറഞ്ഞുവെന്ന്. ഏതൊരു മനുഷ്യൻ പാപങ്ങൾ തീർന്ന് ഭാഗ്യവാനായോ അവൻ എന്നെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എപ്പോഴും സായി സായി എന്ന് പറയുക. ഞാൻ നിങ്ങളെ 7 കടൽ കടക്കാൻ സഹായിക്കാം. എന്റെ വാർത്തകൾ വിശ്വസിക്കൂ, നിങ്ങൾക്ക് നല്ലത് ഭവിക്കും. എനിക്ക് ഭക്തിയെ പ്രകടിപ്പിക്കാൻ വലിയ ആഡംബരങ്ങളൊന്നും ആവശ്യമില്ല. 8 മടങ്ങോ 16 മടങ്ങോ ശ്രദ്ധയുണ്ടായിരുന്നാൽ അവിടെ ഞാൻ വസിക്കും. സായിബാബ തന്റെ ഭക്തന്മാരുടെ നന്മയ്ക്കായി എന്ത് ചെയ്തുവെന്ന് താഴെ വിവരിക്കുന്ന സംഭവങ്ങൾ വിശദമാക്കും. ഭീമാജി പട്ടേൽ, ജുന്നാർ താലൂക്കിലെ പൂന സംസ്ഥാനം, നാരായണഗാവിലെ ഭീമാജി പട്ടേൽ 1909 കഠിനമായ ഹൃദ്രോഗത്താൽ കഷ്ടപ്പെട്ടിരുന്നു. ഒടുവിൽ അത് TB ആയി പരിണമിച്ചു. അദ്ദേഹം എല്ലാ മരുന്നുകളും ഉപയോഗിച്ചു നോക്കി, പക്ഷേ ഏതൊരു ഗുണവും ഉണ്ടായില്ല. ഒടുവിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഓ ഭഗവാൻ നാരായണ, എന്നെ സഹായിക്കൂ. നമ്മൾ നന്നായിരിക്കുമ്പോൾ ഒരിക്കലും ഭഗവാനെ ഓർക്കില്ല. പക്ഷെ എന്തെങ്കിലും ഭവിക്കുമ്പോഴും പ്രതികൂലമായി വരുമ്പോഴും നാം ദൈവത്തെ സ്മരിക്കുന്നു. അതുകൊണ്ട് ഭീമാജി ദൈവത്തിലേക്ക് തിരിഞ്ഞു. ബാബയുടെ ഒരു വലിയ ഭക്തനായ നാനാ ചന്ദേക്കർ ഈ വിഷയത്തിൽ കാണണമെന്നോർത്തു. ചന്ദേക്കർക്ക് ഒരു വിശദമായ കത്തയച്ചു. അതിന് മറുപടിയായി ബാബയെ ശരണമടയുക മാത്രമാണ് ഇതിനുള്ള വഴിയെന്നെഴുതി. അത് വിശ്വസിച്ച ഭീമാജി പട്ടേൽ ഷിർദിക്ക് പോവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അദ്ദേഹം ഷിർദിയിലെത്തി. മസ്ജിദിൽ ബാബയുടെ മുമ്പിൽ കൊണ്ടുചെന്നു. നാനാ സാഹിബും ഷാമയും അവിടെ ഉണ്ടായിരുന്നു. ബാബ, ഇത് പോയ ജന്മത്തിലെ കർമ്മഫലമാണ് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു. രോഹി നിരാശയോടെ നിലവിളിച്ചു, അങ്ങ് മാത്രമാണ് എന്റെ ഒടുവിലത്തെ വിശ്വാസം. അതുകൊണ്ട് ബാബ കൈവിടരുതെന്നും അപേക്ഷിച്ചു. ബാബയുടെ ഹൃദയം മലിഞ്ഞു പറഞ്ഞു, ഇരിക്കൂ, നിന്റെ ചിന്താകുലമായ മനസ്സിനെ അടക്കൂ. നിങ്ങളുടെ അനുഭവങ്ങൾ ഒരു അറുതി കാണുന്നു. എത്ര മനക്ലേശത്തോടു കൂടിയാണോ ഒരുവൻ മസ്ജിദിലേക്ക് കാലടി വെച്ചത്. അവൻ സുഖാവസ്ഥയിലുള്ള വഴിയിലൂടെയാണെന്ന് കരുതുക. ഈ ഭിക്ഷു വളരെ ദയാലുവാണ്. അദ്ദേഹം നിന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കും. 5 മിനിറ്റിന് ഒരു പ്രാവശ്യം രോഗി രക്തം ഛർദ്ദിച്ചിരുന്നു. പക്ഷേ ബാബയുടെ മുമ്പിൽ ഒരു ഛർദ്ദിയും ഉണ്ടായിരുന്നില്ല. ബാബ ദയവായി വാർത്തകൾ ഉച്ചരിച്ച സമയം മുതൽ രോഗനില അനുകൂലാവസ്ഥയ്ക്ക് തിരിഞ്ഞു. ബാബ ഭീമാബായിയുടെ വീട്ടിൽ താമസിക്കുവാൻ ആജ്ഞാപിച്ചു. ആ സ്ഥലം അത്രയ്ക്ക് ഉപയോഗപ്രദമുള്ളതായിരുന്നില്ല. എങ്കിലും ബാബയുടെ ആജ്ഞയെ നിരാകരിക്കാൻ സാധ്യമല്ലല്ലോ. അവിടെ താമസിക്കുമ്പോൾ ബാബ 2 സ്വപ്നങ്ങൾ രോഗമില്ലാതാക്കി തീർത്തു. ആദ്യത്തെ സ്വപ്നത്തിൽ അദ്ദേഹം ഒരു ചെറിയ കുട്ടിയായി കണ്ടു. അതിൽ കുട്ടി അടികൊണ്ട് വേദനയാൽ കഷ്ടപ്പെടുന്നു. പദ്യം ചെല്ലാത്തതിന് ഗുരുവിന്റെ ശിഷ്യയായിരുന്നു അത്. രണ്ടാമത്തെ സ്വപ്നത്തിൽ ഏതോ ഒരാൾ വലിയ വേദന ഉണ്ടാക്കി. അതായത് ഒരാൾ തന്റെ മാറിടത്തിൽ വലിയൊരു പാറയെ മേൽപോട്ടും കീഴ്പോട്ടും ഉരുട്ടിയിരുന്നു. ഇങ്ങനെ വേദനകൾ സ്വപ്നത്തിൽ സഹിച്ചതിനാൽ അവന്റെ രോഗം മാറി വീട്ടിലേക്ക് പോയി. പിന്നെ അദ്ദേഹം വളരെ കാലം ശ്രുതിയിൽ വന്ന് ബാബയുടെ പഴയ ചികിത്സയെ ഓർമ്മിച്ച് സാഷ്ടാംഗം നമസ്കരിച്ചു. ബാബ മുമ്പ് പറഞ്ഞ മാതിരി ഒന്നും എതിർത്തില്ല. ഭക്തന്മാരിൽ നിന്നുള്ള ഓർമ്മകൾ, അതിയായ ഭക്തിയും അദ്ദേഹം നോക്കിയിരുന്നു. മഹാരാഷ്ട്രയിലെ
ജനങ്ങൾ സത്യനാരായണ പൂജ വീടുകൾ നടത്തുന്നത് സാധാരണയാണ്. ഇത് 2 ആഴ്ചത്തേക്ക് ഒരിക്കലോ 1 മാസത്തിൽ 1 പ്രാവശ്യമോ നടത്തുകയായിരിക്കും പതിവ്. പക്ഷേ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഭീമാജി പാട്ടീൽ സായി സത്യവ്രത പൂജ എന്നൊന്ന് പുതുതായി ആരംഭിച്ചു. ഇത് സത്യനാരായണ പൂജയ്ക്ക് പകരമായിരുന്നു. ബാലഗണപതി ശിംബി. ഇനിയൊരു ബാബാ ഭക്തൻ ബാലഗണപതി ശിംബിയെ മലേറിയയാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അദ്ദേഹം എല്ലാ മരുന്നുകളും കഴിച്ചു നോക്കി. പക്ഷേ ഏതൊരു ഫലവും ഉണ്ടായില്ല. പനി താഴോട്ട് വന്നതേയില്ല. അതുകൊണ്ട് അദ്ദേഹം ഷിർദിക്ക് ചെന്ന് ബാബയുടെ കാൽക്കൽ വീണു. ബാബ ഒരു പുതിയ ചികിത്സ നടത്തി. കറുത്ത ഒരു നായ്ക്ക് തൈര് കലർന്ന ചോറ് കൊടുക്കുക. അത് ലക്ഷ്മി അമ്പലത്തിന്റെ മുമ്പിൽ ഉണ്ടാവും. ബാലഗണപതിക്ക് ഇത് എങ്ങനെ നിവർത്തിക്കാൻ പറ്റുമെന്നറിയാൻ കഴിഞ്ഞില്ല. വീട്ടിലേക്ക് ചെന്നപ്പോൾ ചോറും തൈരും ഉണ്ടായിരുന്നു. അത് രണ്ടും കലർത്തിയ ശേഷം ലക്ഷ്മി അമ്പലത്തിന്റെ മുമ്പിൽ ചെന്നു. അവിടെ ഒരു കറുത്ത നായ വാലാട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ മുമ്പിൽ ചോറ് വെച്ചു. നായ അത് ഭക്ഷിച്ചു. എന്തൊരു അത്ഭുതം! ബാലഗണപതിക്ക് പനി തീരെയില്ലാതായി. ബാബു സാഹിബ് ബൂട്ടി. ബാബു സാഹിബ് ബൂട്ടി വയറുവേദന കൊണ്ട് കഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ അലമാര മുഴുവൻ മരുന്നുകളായിരുന്നു. ഒന്നും അദ്ദേഹത്തിന് ഉപയോഗപ്രദമായിരുന്നില്ല. ബാബു സാഹിബ് വളരെ ക്ഷീണിച്ചു പോയി. ഈ അസുഖം കാരണം മാത്രമല്ല, അദ്ദേഹത്തിന് ഛർദിയും ഉണ്ടായിരുന്നു. അതുകാരണം മസ്ജിദിൽ പോവാനോ ബാബയെ ദർശിക്കാനോ കഴിഞ്ഞിരുന്നില്ല. ബാബ പിന്നെ അദ്ദേഹത്തോട് വരാനായി ആജ്ഞാപിച്ചു. അദ്ദേഹത്തെ തന്റെ മുമ്പിലിരുത്തി, ഇപ്പോൾ സൂക്ഷിക്കുക, ഇനി ഒരിക്കലും വയറ്റിൽ നിന്ന് പോകരുത് എന്ന് പറഞ്ഞു. തന്റെ വലതാൾ വിരലിനെ കാണിച്ചുകൊണ്ട് ഛർദിയും നിൽക്കണം. നോക്കൂ ബാബയുടെ ശക്തി. 2 സൂക്കേടുകളും മാറി. ബൂട്ടിക്ക് സുഖമായി. വേറൊരവസരത്തിൽ അദ്ദേഹത്തിന് കോളറ ബാധിച്ചു. അതിനാൽ എപ്പോഴും ദാഹിക്കുമായിരുന്നു. ഡോക്ടർ പീളെ രോഗനിവാരണത്തിനായുള്ള എല്ലാ വഴികളും നോക്കി. ഒരു ഗുണവും കണ്ടില്ല. എന്നിട്ട് അദ്ദേഹം ബാബയോട് ചെന്ന് സൂക്കേട് മാറ്റിത്തരുവാൻ പ്രാർത്ഥിച്ചു. ഏത് വസ്തു കുടിച്ചാൽ തന്റെ ദാഹം തീരുമെന്ന് അപേക്ഷിച്ചു. ബാബ അതിന് ചില ഉണങ്ങിയ ഇലകൾ, പഴങ്ങൾ ഇവയെ തിളപ്പിച്ച് ശർക്കര ചേർത്ത് പാലിൽ കലർത്തി കഴിക്കുവാൻ ആജ്ഞാപിച്ചു. ഏത് വൈദ്യനും ഇത് കലശായ രോഗമായി കരുതുകയുള്ളൂ. പക്ഷേ ബാബയുടെ ആജ്ഞ വിനയത്തോടെ അനുസരിച്ച് ബൂട്ടി അതിശയമെന്ന് പറയും വിധം സുഖനിലയിലെത്തി. അലാണ്ടി സ്വാമി. ബാബയുടെ ദർശനത്തിനായി അലാണ്ടിയിൽ നിന്ന് ഒരു സ്വാമി ഭക്തൻ ഷിർദിക്ക് വന്നു. അദ്ദേഹം ചെവിയിൽ അതിയായ വേദന അനുഭവിച്ചിരുന്നു. അത് കാരണം ഉറക്കം കിട്ടാതെ കഷ്ടപ്പെട്ടിരുന്നു. അവർ ഒരു ശസ്ത്രക്രിയ നടത്തി. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. വേദന അധികമായതിനാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയാതെയായി. തിരിച്ചു പോകുന്നതിന് മുമ്പ് ബാബയുടെ അനുമതി മേടിക്കാൻ ചെന്നപ്പോൾ മാധവറാവ് ദേശ്പാണ്ഡെ സ്വാമിക്ക് കാതുവേദനയാണെന്നും എന്തെങ്കിലും ചെയ്യണമെന്നും ബാബയോട് ആവശ്യപ്പെട്ടു. ബാബ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, അല്ലാഹു അച്ഛാ കരാഹേ, ദൈവം നല്ലത് ചെയ്യും. സ്വാമി അതിനുശേഷം പൂനെയിലേക്ക് തിരിച്ചു. 1 ആഴ്ച കഴിഞ്ഞു ഷിർദിയിലേക്ക് ഒരു കത്തയച്ചു. കാതുവേദന കുറഞ്ഞുവെന്നും വീക്കം കുറയാൻ വേണ്ടി ഒരു ശസ്ത്രക്രിയയ്ക്കായി മുംബൈയിലൊരു വൈദ്യനെ കണ്ടുവെന്നും എഴുതി. പക്ഷേ വൈദ്യൻ ശസ്ത്രക്രിയ ആവശ്യമില്ലെന്ന് പറഞ്ഞു തിരിച്ചയച്ചു. ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളാണ് ബാബയുടെ വാക്കുകൾ. കാക്ക മഹാജനി. ഇനിയൊരു ഭക്തൻ കാക്ക മഹാജനി വയറുവേദന കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ബാബയുടെ ശുശ്രൂഷയിൽ വീഴ്ച വരാതിരിക്കാനായി മസ്ജിദിന്റെ ഒരു ഓരത്തിൽ ഒരു പാത്രത്തിൽ കുറെ വെള്ളം വെച്ചിരുന്നു. എപ്പോഴെല്ലാം പുറത്തേക്ക് പോകണമെന്ന് തോന്നിയാൽ മഹാജനി പുറത്തേക്ക് പോവുകയും ചെയ്യും. ബാബയ്ക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. പക്ഷേ മഹാജനി ബാബയെ തന്റെ സൂക്കേട് അറിയിച്ചില്ല. അദ്ദേഹം ഇത് ബാബ തനിയെ മാറ്റിത്തരുമെന്ന് വിചാരിച്ചു. മസ്ജിദിന്റെ മുമ്പിൽ തിണ്ട് കെട്ടുന്ന പണി ചെയ്യുവാൻ ബാബ അനുമതി കൊടുത്തു. പക്ഷെ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ ബാബ അതിയായി കോപിച്ചു. എല്ലാവരും ഓടിപ്പോയി. കൂട്ടത്തിൽ കാക്കയും ഓടുകയായിരുന്നു. ബാബ അവന്റെ കൈക്ക് പിടിച്ചിരിക്കാൻ പറഞ്ഞു. ഈ കുഴപ്പത്തിനിടയിൽ ആരോ ഒരാൾ ചെറിയ ഒരു പൊതിയിൽ കടലയിട്ട് പോയിരുന്നു. ബാബ അതിൽ നിന്ന് ഒരു പിടി കടലയെടുത്ത് ഉരച്ചു തുണ്ടുകൾ നീക്കി നല്ല കടലയെ കാക്കയ്ക്ക് കൊടുത്തു. അത് തിന്നുവാൻ പറഞ്ഞു. വൃത്തിയാക്കി കൊടുക്കലും ഓരോ സമയത്ത് നടന്നുകൊണ്ടിരുന്നു. ബാബയും കുറെ കടല കഴിച്ചു. എല്ലാം തീർന്നപ്പോൾ ബാബ കുറെ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. കാക്ക ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് ബാബ കുറെ കുടിച്ചു. കുറെ കാക്കയ്ക്കും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്റെ വയറിളക്കം ശമിച്ചു കഴിഞ്ഞു. ഇനി നീ തിണ്ട കെട്ടുന്ന പണി നോക്ക് എന്ന് പറഞ്ഞു. ഇതിനിടയിൽ ഓടിച്ചെന്നവർ തിരിച്ചു വന്ന് പണി ആരംഭിച്ചു. കാക്കയും പണി ചെയ്യുവാൻ തുടങ്ങി. കടലക്കായ വയറ്റിൽ നിന്ന് പോക്കിന് ഒരു മരുന്നാണോ? ഇപ്പോഴത്തെ ഔഷധ ശാസ്ത്രപ്രകാരം കടല കഴിച്ച വയറിളക്കം അധികരിക്കും. വാസ്തവത്തിൽ ഇതിന്റെ മരുന്ന് ചില സംഭവങ്ങൾ പറഞ്ഞതുപോലെ ബാബയുടെ വാർത്തയാണ്. ദാത്താവിലെ ദത്തോപന്ത്.
താത്താവിലെ ഒരു മാന്യൻ ദത്തോപന്ത് സുമാറായി 4 കൊല്ലത്തോളം വയറുവേദനയാൽ കഷ്ടപ്പെട്ടു കൊണ്ടിരുന്നു. എന്തു ചെയ്തിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല. പിന്നീടും അദ്ദേഹം ബാബയുടെ കീർത്തി കേട്ടറിഞ്ഞു. കാശിയിൽ തന്നെ ബാബയുടെ കാൽക്കൽ വീണു. ബാബ അദ്ദേഹത്തെ നോക്കി അനുഗ്രഹിച്ചു. ബാബ തലയിൽ കൈവച്ചു വിഭൂതിയും ആശീർവാദങ്ങളും കിട്ടിയ ഉടൻ തന്റെ സൂക്കേടിൽ ഒരു നല്ല ഗുണകരമായ മാറ്റം അനുഭവിച്ചു. അതിൽ പിന്നെ ഏതൊരു ഉപദ്രവവും ഉണ്ടായില്ല. ഈ അധ്യായത്തിന്റെ ഒടുവിൽ 3 കാര്യങ്ങൾ എടുത്തു പറയുന്നു. 1. മാധവറാവ് ദേശ്പാണ്ഡെ മൂലം രോഗത്തിൽ കഷ്ടപ്പെട്ടിരുന്നു. ബാബ അതിനെ സോനാമുഖി ചാറു കൊടുത്ത് രോഗം മാറ്റി. അതിൽ പിന്നെ 2 വർഷത്തിനു ശേഷം രോഗം വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ മാധവറാവ് ബാബയോട് ചോദിക്കാതെ ആ ചാറ് കഴിച്ചു. രോഗം വർദ്ധിച്ചു. ഒടുവിൽ ബാബയുടെ ആശീർവാദത്താൽ രോഗനിവാരണം കിട്ടി. 2. കാക്ക മഹാജനയുടെ ജ്യേഷ്ഠൻ ഗംഗാധർ പന്ത് വയറുവേദന കാരണം വളരെ കാലം കഷ്ടപ്പെട്ടിരുന്നു. ഷിർദിക്ക് ചെന്ന് ബാബയുടെ രോഗം മാറ്റിത്തരുവാൻ അപേക്ഷിച്ചു. ബാബ അദ്ദേഹത്തിന്റെ വയറ് തൊട്ടു ദൈവം മാറ്റുമെന്ന് പറഞ്ഞു. അതുമുതൽ വയറുവേദന സുഖമായി. 3. നാനാ സാഹിബ് ചന്ദേക്കരും ഒരു പ്രാവശ്യം കഠിന വയറുവേദനയാൽ കഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് രാവും പകലും വിശ്രമമില്ലാതായി. വൈദ്യന്മാർ സൂചിമരുന്ന് കൊടുത്തിരുന്നു. പക്ഷെ ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ബാബയെ കണ്ടപ്പോൾ മധുര പലഹാരം ബാർഫി നെയ്യിൽ കലർത്തി തിന്നുവാൻ ഉപദേശിച്ചു. ഈ മരുന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ശമനം കൊടുത്തു. ഈ കഥകളെല്ലാം വാസ്തവമായിരുന്നു. ബാബയുടെ വാർത്തകളും അനുഗ്രഹങ്ങളുമല്ലാതെ വേറൊരു മരുന്നുകളുമില്ല എന്ന് തെളിയിക്കുന്നു. ആമേൻ. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.